ഉപരോധിച്ച് പ്രതിഷേധിക്കാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നീക്കമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ പത്തനംതിട്ടയിലും കൊല്ലത്തും കണ്ണൂരിലും പാലക്കാട്ടും ഒക്കെ സമാനമായ പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നു. എല്ലായിടത്തും ദേശീയപാതയടക്കം ഉപരോധിച്ചായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. പലയിടത്തും പിന്നീട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പത്തനംതിട്ടയിൽ ആന്റണി എംപിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ മാർച്ചുകളടക്കം സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. കോഴിക്കോട്ടെ ഈ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ രാഹുൽ സുരേഷ് നൽകും. രാഹുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടോ പ്രവർത്തകർ അവിടെ? വിജയകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം തുടരുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോടും പ്രതിഷേധം നടക്കുന്നത്. ഏതാണ്ട് 50ഓളം പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചായി എത്തിയത്. കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. ഇതേ തുടർന്നാണ് ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. നിലവിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുന്നത്. KM അഭിജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് നിലവിൽ പ്രതിഷേധവുമായി കോഴിക്കോട് എത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം, ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് അതിശക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ അക്രമത്തെ, അതായത് രണ്ട് രീതിയിൽ ഈ അക്രമത്തെ ഞങ്ങൾ നേരിടും. ഇവിടെ കരിങ്കൊടി കാണിച്ചവരെ ആക്രമിച്ചു, നിയമപരമായി ആക്രമിക്കുന്നു. ഇതിനെ കായികപരമായി നിയമപരമായി നേരിടും. ഡിവൈഎഫ്ഐയുടെ അക്രമത്തെ കായികപരമായി തന്നെ നേരിടും. പോലീസിന്റെ അക്രമത്തെ നിയമപരമായി തന്നെ നേരിടും. ഏത് രീതിയിലുള്ള അക്രമത്തിനെതിരെയും ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും സംഘടിപ്പിക്കും. ആ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഇന്നിപ്പോ സംസ്ഥാനത്തെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും 11:11 മണിക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി അറസ്റ്റ് ചെയ്ത വണ്ടി തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് പ്രതിഷേധ പ്രകടനങ്ങൾ ആരംഭിച്ചു. 14 ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധമുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്തെ പ്രതിഷേധ യോഗമാണ് ഈ ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിക്കാൻ പോകുന്നത്. ഡിവൈഎഫ്ഐയുടെ സമരങ്ങളെ കായികമായി നേരിടും എന്നാണ് അബിൻ വർക്കി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറയുന്നത്. പോലീസിന്റെ നീക്കങ്ങളെ നിയമപരമായി നേരിടും, എന്നാൽ ഡിവൈഎഫ്ഐയുടെ നീക്കങ്ങളെ കായികമായി നേരിടും. നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട്ടിൽ നിന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ തിരിച്ചടി ഉണ്ടാകും എന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണെന്ന് സർക്കാരിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രതിപക്ഷ നേതാവ്.